പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാട്ടെ. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുവിൻ നാമത്തിൽ സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഇന്ത്യ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരമ്പരകളിൽ തിരക്കാണ്. ഒരുപക്ഷെ നിങ്ങളിലും പലരും തിരക്കേറിയ ആഘോഷ പരമ്പരകളിൽ ആയിരിക്കുന്ന സമയത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടി. ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് തന്ന സ്വാതന്ത്ര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുവാൻ ഈ സ്വാതന്ത്ര്യ ദിനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. എവിടെയൊക്കെ ആഘോഷങ്ങൾ കേൾക്കുന്നു, ആ സമയത്തിലൊക്കെയും നമ്മുടെ മനസ്സിനകത്ത് കടന്നു വരേണ്ടതായിട്ടുള്ള ഒന്നുണ്ട്. യേശു നമ്മളെ സ്വതന്ത്രമാക്കി, ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. അതെപ്പോഴും ഓർമ്മിക്കണം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ആ ഓർക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷത്തിന്റെ ഒരു അനുഭവം. ഇന്ന് നമ്മൾ ഓർക്കേണ്ടത് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്നുള്ളത് അത്രേ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകിരുന്നു. യേശു നമ്മളെ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ നമ്മൾ സാക്ഷാൽ മീൻസ് യഥാർത്ഥത്തിൽ വാസ്തവമായും ഒറിജിനലായി നമ്മൾ സ്വതന്ത്രരായിരിക്കുകയാണ്. കർത്താവ് വീണ്ടും പഠിപ്പിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവ് വീണ്ടും സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്, എപ്പോഴാണോ സത്യം അഥവാ ദൈവവചനം, എപ്പോഴാണോ ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നു, അപ്പോ നമ്മൾ സ്വതന്ത്രരാക്കും. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം. ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാണ്ടിരുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. സാത്താന്റെ അടിമത്വത്തില്, പിശാചിന്റെ അടിമത്വത്തില്, അന്ധകാര ശക്തികൾക്ക് അടിമത്വത്തില്, മന്ത്രശക്തികൾക്ക് അടിമപ്പെട്ടത്തില്, പാപ സ്വഭാവങ്ങൾക്കും പാപശക്തികൾക്കും അടിമത്വത്തിലായിരുന്ന അനുഭവത്തിൽ നിന്ന് ക്രിസ്തു നമുക്ക് സത്യം തിരിച്ചറിയുവാനുള്ള ജ്ഞാനത്തെ നൽകി. ക്രിസ്തു നമ്മളെ ആകർഷിച്ചു. ദൈവം നമ്മളെ തൻ്റെ സ്നേഹത്തിലേക്ക് വിളിച്ചപ്പോൾ നമുക്ക് സത്യത്തെക്കുറിച്ച് മനസ്സിലായി. ആ സത്യം ഇന്ന് നമ്മളെ സ്വതന്ത്രരാക്കി. ഇന്ന് നിങ്ങൾ സാത്താന്റെ അടിമയല്ല. ഇന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഇന്ന് നിങ്ങൾ വിളിച്ചാൽ ഓടി വരുന്ന ഒരു കർത്താവ് നിങ്ങൾക്കുണ്ടതുകൊണ്ട് ഇന്ന് നമ്മൾ അടിമയല്ല. അന്ന് ബ്രിട്ടീഷുകാരന് അടിമയായിരുന്നുവെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ പിശാചിന് അടിമയായിരുന്നു. ആ അടിമത്വത്തിൽ നിന്ന് യേശു ക്രിസ്തു തന്റെ രക്തത്തിലൂടെ നമ്മെ സ്വതന്ത്രരാക്കിയെങ്കിൽ ഇന്ന് നമ്മളെ ഇനി ഒരിക്കലും ആർക്കും അടിമപ്പെടുത്തുവാനായി കഴിയപ്പെടത്തേയില്ല. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി കഴിഞ്ഞാൽ അത് സാക്ഷാൽ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. മനസ്സിനകത്ത് ഒരിക്കൽ കൂടി ഒരു പൂർണ്ണമായ ഒരു ബോധ്യം ഇന്നേ ദിവസത്തിൽ നമുക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ചില രോഗങ്ങൾ നിങ്ങളെ അടിമപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം, ചില ശാപശക്തികൾ നിങ്ങളെ അടിമപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം. ഇന്നും ഞാൻ ശാപത്തിന്റെ അടിമത്വത്തിലാണോ, ഇന്നും ഞാൻ രോഗത്തിന്റെ അടിമത്വത്തിലേക്കാണോ എന്ന് നിങ്ങൾ ചിന്തിക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നില് നിങ്ങളിലേക്ക് പ്രഷർ ചെയ്യുന്ന, നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു പിശാചിന്റെ തന്ത്രമുണ്ട്. നീ ഇന്നും രോഗിയാണ്, നീ ഇന്നും ശാപത്തിന് അടിമയാണ്, നീ ഇന്നും ബന്ധനത്തിന് അടിമയാണ്, നിന്നെ സ്വതന്ത്രമാക്കുവാൻ ആരുമില്ല, നിന്നെ വിടുവിക്കുവാനായിട്ട് ആരും തന്നെ ഇല്ല എന്ന് സാത്താൻ പല കുതന്ത്രങ്ങളും നിന്റെ ഉള്ളിനകത്തേക്ക് നൽകുന്ന സമയത്ത് നീ പറയണം, ക്രിസ്തു സ്വതന്ത്രമാക്കിയാൽ അത് സാക്ഷാൽ സ്വാതന്ത്ര്യം തന്നെ. യേശു എന്നെ സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്, യേശു എന്നെ വിടുവിച്ചിരിക്കുകയാണ്, യേശു എൻ്റെ സ്ഥിതിഗതികൾക്കെല്ലാം വലിയൊരു മാറ്റം നൽകിയിരിക്കുകയാണ് എന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും നിങ്ങളുടെ മേലുണ്ട് എങ്കിൽ വാസ്തവമായിട്ടും അതൊരു അനുഗ്രഹമായിട്ട് തീരപ്പെടും. എപ്പോഴും മനുഷ്യ ജീവിതം തന്നെ ഒരു സ്ട്രഗിൾ നിറഞ്ഞ അനുഭവമാണ്. എപ്പോഴും സ്ട്രഗിൾസ് ആണ്. വിദ്യാഭ്യാസത്തിൽ, കുടുംബത്തിൽ, ജോലിയിൽ, എല്ലായിടങ്ങളിലേക്കും ഇത് കടന്നു വരപ്പെടുമ്പോഴും നിങ്ങൾ സ്വതന്ത്രമാക്കിയ ക്രിസ്തുവിനെ മറന്നു പോകാറുണ്ട്. പാടില്ല. യേശു ക്രിസ്തുവിലൂടെ ഞാൻ സ്വാതന്ത്ര്യം. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ നാം തന്നെ സ്വന്തമായി ഡീൽ ചെയ്യാൻ നോക്കുമ്പോൾ, സ്വന്തമായി തന്നെ പരിഹരിക്കാൻ നോക്കുമ്പോൾ നമ്മൾ മാനസികമായി തകർന്നു പോകുന്നു, നാം ശാരീരികമായി തകർന്നു പോകുന്നു. ഇല്ല, അവിടെ എന്നെ സ്വതന്ത്രമാക്കിയ ഒരു യേശു ഇന്നും ആ സ്വാതന്ത്ര്യം നിലനിൽക്കുവാൻ, ആ സാക്ഷാൽ സ്വാതന്ത്ര്യം എന്നിൽ നൽകുവാൻ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ടെൻഷൻ ആകേണ്ട ആവശ്യകത? ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. ദൈവമാണ് എൻ്റെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കുന്നത്. ദൈവമാണ് എൻ്റെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ എന്നെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രയാസപ്പെടത്തില്ല, ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ട് അനുഭവിക്കത്തില്ല, ഞാൻ ഒരിക്കലും തളർന്നു പോകത്തില്ല. ഏതൊക്കെ പ്രതികൂലങ്ങൾ, ഏതൊക്കെ അസ്വസ്ഥതകൾ, അസമാധാനങ്ങൾ, ഏതൊക്കെ അടിമത്വം പിന്നെയും നിങ്ങളെ തേടി കടന്നു വന്നാലും, ഓരോ പ്രാവശ്യവും ശത്രു നിന്നെ അടിമപ്പെടുത്തുവാൻ നോക്കുമ്പോഴും യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം
നമുക്കുണ്ട്. കാരണം കർത്താവ് നമുക്കൊരു സർവായുധ വർഗം നൽകിയിട്ടുണ്ട്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം സർവായുധ വർഗം പിശാചിനില്ല, മനുഷ്യന് സർവായുധ വർഗം ദൈവം നൽകി. സത്യം അരക്കി കെട്ടി, നീതി എന്ന കവചം ധരിച്ചും, സമാധാന സുവിശേഷത്തിനാൽ ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും, രക്ഷ എന്ന ശിരസ്ത്രവം, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കോണം വിശ്വാസം എന്ന പരിചയം, ആത്മാവിന്റെ വാളും. ഇത്രയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇത് സാത്താൻ ഈ വാളില്ല, ഈ രക്ഷ എന്ന ശിരസ്ത്രം ഇല്ല, ഈ നീതി എന്ന കവചം ഇല്ല, ഈ അരക്കുള്ള സത്യം എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാതെയാണ് നമ്മോട് യുദ്ധത്തിന് വേണ്ടി കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മെ അടിമപ്പെടുത്തുവാൻ കടന്നു വന്ന പിശാചിന്റെ ശക്തികളെ നമ്മൾ തിരിച്ചറിയണം. നമ്മെ തകർക്കുവാൻ വേണ്ടി കടന്നു വരുന്ന സാത്താന്റെ ശക്തി ഒന്നുമല്ല, ആയുധമില്ല. പക്ഷേ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് സർവായുധ വർഗം, നമ്മളൊരു ആയുധശേഖരമുള്ളവരാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങള് ഉപവാസത്താലും പ്രാർത്ഥനയാലും ദിവസത്തിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ, മാസങ്ങളിൽ, വർഷത്തിലൊക്കെ കൃത്യമായി ചെയ്യപ്പെടുമ്പോൾ, ഇന്നേ ദിവസവും ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണല്ലോ, 12 മണിക്കൂർ നാം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുകയാണല്ലോ. ആകയാൽ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ശത്രുവിനോട് എതിർക്കാനുള്ള ആയുധശേഖരമുള്ളവരാണ്. ആ ശത്രുവിന് ശക്തിയില്ല, ആ ശത്രുവിന് ബലമില്ല. ആ പിശാചിനെ നമ്മൾ കണ്ട് ഭയക്കുവാനായിട്ട് ഇടയാകരുത്. മാത്രമല്ല, നമ്മൾ തലയുള്ളവരാണ്. ക്രിസ്തു നമ്മുടെ തലയാണ്. സ്ത്രീയുടേതല്ല പുരുഷൻ്റെതല്ല, ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ തലയുള്ളവരാണ്. നമുക്ക് തല എന്ന് പറയുന്ന ക്രിസ്തുവാണ്. നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്, നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്, നമ്മുടെ കാര്യാദികളും ഭാവിയെക്കുറിച്ചെല്ലാം ചിന്തിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് നമ്മൾ തലയുള്ളത് കൊണ്ട് നമുക്കൊരു ക്രിസ്തുവുണ്ട്. എന്നാൽ സാത്താന്റെ തലയെ കർത്താവ് കാൽവരി ക്രൂശിൽ തന്നെ ചതച്ചു കളഞ്ഞു. അവന് തലയില്ല. തലയില്ലാത്ത സാത്താൻ വന്നിട്ട് എത്രത്തോളം നമ്മളെ അടിമപ്പെടുത്തുവാൻ കഴിയും? ഒരിക്കലുമില്ല. ആ അടിമത്വത്തിലേക്ക് ഒരിക്കലും അവന് കൊണ്ടുപോകാൻ, അതവന്റെ ആഗ്രഹങ്ങളാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേറ്റോടുകൂടി തന്നെ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേറ്റു. ചിലർ സ്നാനത്തിലൂടെ ഉയർത്തെഴുന്നേറ്റു, ചിലർ മാനസാന്തരത്തിലൂടെ ഉയർത്തെഴുന്നേറ്റു, ചിലർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഉയർത്ത്. നമുക്കൊരു ഉയർപ്പ് ദൈവം തന്നിരിക്കുകയാണ്. നമ്മൾ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരാണ്, ശാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരാണ്. ആ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് എന്ന് തന്നോ അന്ന് മുതൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് സാത്താൻ ഒരു ഉയർപ്പിനെ കുറിച്ച് കൊടുത്തിട്ടില്ല. അവനെ പാതാളത്തിൽ തള്ളിയിട്ട് ചവിട്ടുവാൻ സ്വർഗം നമുക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു അടിമത്തത്തെ കുറിച്ച് നിങ്ങൾ ഇനി ചിന്തിക്കരുത്. പിന്നെയും അടിമത്തത്തിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ ദൈവമക്കൾ ശ്രദ്ധിച്ചു കൊള്ളപ്പെടണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മൾക്ക് ആയുധശേഖരങ്ങളെ നൽകിയിട്ടുണ്ട്. ഏത് പ്രതിസന്ധികളിലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, ഏത് ബുദ്ധിമുട്ടുകളിലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. നമ്മെ സ്വതന്ത്രമാക്കിയവൻ നമ്മെ പിന്നെയും അടിമത്വത്തിൽ വിട്ടുകൊടുക്കാതിരിക്കണമെങ്കിൽ പാപത്തെ വിട്ടൊഴിയണം. ശാപത്തിന്റെ അടിമത്വത്തിലേക്ക് വീണ്ടും പോകാതിരിപ്പാൻ ഈ സ്വാതന്ത്ര്യ ദിവസ സമയത്തിൽ ചില തീരുമാനങ്ങൾ ഉറപ്പുള്ളതായിരിക്കണം. നമ്മുടേതായിട്ടുള്ള സമർപ്പണം വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം. ഇനി ഞാൻ അടിമത്വത്തിൽ പോകത്തില്ല, ഇനി ഞാൻ സാത്താന്റെ പിടിയിൽ പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് നിസാരവൽക്കരിക്കപ്പെടുന്നത് കൊണ്ടാണ്, പലപ്പോഴും നിങ്ങളുടെ ആത്മീക ജീവിതത്തെ നിങ്ങൾ നിസാരവൽക്കരിക്കുന്നത് കൊണ്ടാണ് അടിമത്വത്തിലേക്ക് കുടുങ്ങി പോകേണ്ടി വരുന്നത്. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ നിസാരമായിട്ട് കാണരുത്. സഭായോഗങ്ങൾ നിങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഞായറാഴ്ച ഇന്നേ ദിവസം, അതെ മറ്റു പല കാര്യങ്ങൾ, ദൈവസന്നിധിയിലിരുന്ന് ആത്മീകമായി ശക്തിപ്പെടേണ്ട ദിവസം, ഇന്ന് പല കാര്യങ്ങളാണ്. ഒരു കാലം എല്ലാറ്റിലും ഒഴിവാക്കാൻ കഴിയുന്നത് അവരവരുടെ ആത്മീയ ജീവിതമാണ്. പലപ്പോഴും അതിന് ആരും ചോദിക്കുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളറിയാതെ നിങ്ങൾ അടിമനുഖത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ പിന്നെയും കുടുങ്ങിപ്പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധയുള്ളവരാകണം. നിങ്ങൾ ചിലയിടങ്ങൾ പോരാടി ജയിക്കണം. നിങ്ങൾ ചിലയിടങ്ങളിലേക്ക് പ്രതിരോധിക്കണം. നിങ്ങൾ ചിലയിടങ്ങളിലേക്ക് തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഞാൻ ഇനി അടിമത്വത്തിൽ പോകത്തില്ല, ഇനി ഞാൻ പാപത്തിലേക്ക് പോകത്തില്ല, ഈ പിശാചിന് എന്നെ പൂട്ടാൻ പറ്റത്തില്ല. ഒരു കാലഘട്ടം മുഴുവൻ എന്നെയും എൻ്റെ കുടുംബത്തെയും കുടുംബത്തിലുള്ള എല്ലാവരെയും അവൻ പൂട്ടി. ഇനി ഞാൻ അവനെ പൂട്ടാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മീക ജീവിതം, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, നമ്മുടെ വായനാ ജീവിതങ്ങൾ, അഭിഷേകത്തിലുള്ള ആരാധന, മീൻസ് ആത്മാവിലും സത്യത്തിലുള്ള ആരാധന, ഇതൊന്നും നമ്മൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. എപ്പോ നമ്മൾ ഇതിന് സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുന്നു അപ്പോൾ മനസ്സിലാക്കണം, ഞാൻ അടിമത്വത്തിൽ പോവുകയാണ്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം എനിക്ക് നിലനിർത്താൻ ഇനി കഴിയുന്നില്ല. പല വ്യക്തികളെ നോക്കുന്ന സമയത്തിൽ അവർ രോഗസൗഖ്യം പ്രാപിക്കുന്നു, കുറച്ചു ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്രയാസത്തിലേക്ക് പോകുന്നു, പിശാചിന്റെ വിടുതൽ പ്രാപിക്കുന്നു, വീണ്ടും പ്രശ്നത്തിൽ. എന്തുകൊണ്ടാണ്? ആത്മീക ജീവിതത്തെ നിസ്സാരമായി കാണുന്നു. അവർ അവരുടേതായുള്ള ഭൗതിക ജീവിതത്തിന്, അവരുടേതായുള്ള മുന്നേറ്റത്തിന്, അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ സ്ഥാപനത്തിലെ ജോലി കാര്യങ്ങൾ, ഇതിനെല്ലാം പ്രയോറിറ്റി കൊടുക്കുന്നു. പക്ഷേ
കർത്താവിൻ്റെ സന്നിധി ഇരിക്കേണ്ട സമയം ഇരിക്കാതെയും പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കാതെയും ചെയ്യപ്പെടുമ്പോൾ സാത്താൻ നുഴഞ്ഞു കയറി അവനെ അടിമത്വത്തിൽപ്പെടുത്തുകയാണ്. ഈ സ്വാതന്ത്ര്യം ഞാൻ സമ്മതിക്കത്തില്ല, ക്രിസ്തു എന്ന സ്വാതന്ത്ര്യത്തെ ഞാൻ അപകരിക്കും, ഞാൻ പിന്നെ ഇന്നെ അടിമയാക്കും എന്ന് പറഞ്ഞ് അലർന്ന സിംഹം പോലെ ഓടി നടക്കുന്ന ഈ ദുഷ്ടശക്തികളിൽ നിന്ന് ജയമെടുക്കുവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം. എപ്പോഴും നമ്മൾ സശ്രദ്ധമായിരിക്കണം. അലക്ഷ്യമായിട്ടല്ല, ഉദാസീനതയോടെ അല്ല. എപ്പോഴും എന്നെ അടിമപ്പെടുത്തുവാൻ ഒരു ശത്രുവുണ്ട്, എന്നെ കീഴ്പ്പെടുത്തുവാൻ പല പരിശോധനകളുമായിട്ട് പിശാച് വരും, ഞാൻ തോറ്റുകൊടുക്കത്തില്ല എന്നുള്ള ഉറപ്പ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പരിശോധിക്കുന്ന സമയത്തിൽ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തിൽ 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. ഇവിടുത്തെ ദാനിയേലിനെയും കൂട്ടരെ നെബൂഖദ്നേസർ രാജാവ് പരിശോധിക്കുകയാണ്. പ്രത്യേകാൽ ആ പരിശോധന കാരണം ഇവർ നല്ല ചെറുപ്പക്കാരാണ്, ഇവർ നല്ല കഴിവുള്ളവരാണ്, നല്ല ബുദ്ധിശാലിയാണ്. അതുകൊണ്ട് ഇവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനും കണക്ക് കാര്യാദികൾ കൈകാര്യം ചെയ്യണം, അഡ്മിനിസ്ട്രേഷൻ കാര്യാദികളെല്ലാം ഭംഗിയായി ചെയ്യണമെങ്കിൽ ഇവർക്ക് രാജഭോജനത്തിന് തുല്യമായ നല്ല ഭക്ഷണം കൊടുത്ത് ഇവരെ ഒന്ന് ബലപ്പെടുത്തി എടുക്കണമെന്നുള്ള രാജകൽപ്പനയുണ്ടായി. അങ്ങനെ ഇവർക്ക് ആവശ്യത്തിലധികമുള്ള ഭക്ഷണ കാര്യാദികളെല്ലാം നിരത്തി വെച്ചു. ആ സമയത്തിലേക്ക് ഭക്തനായിരിക്കുന്ന ദാനിയേൽ ഞങ്ങൾക്ക് ശാഖപദാർത്ഥം മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻസ് ഇല്ലാത്ത സാധാരണ സാധുക്കൾ കഴിക്കപ്പെടുന്ന എന്തെങ്കിലും ഭക്ഷണം മാത്രം മതി, വല്ല കപ്പയോ കാന്താരി ചതച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മതി. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ തന്നെ സ്വത്രം കപ്പ ഒരു പക്ഷേ ഇപ്പം ഭയങ്കര ഓഫറുള്ള കാര്യമായിരിക്കാം, പക്ഷെ എങ്കിലും അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ളത് മതി. വല്ല പയറും കഞ്ഞി, പയറിടാത്ത കഞ്ഞി ആയാലും മതി. പിന്നെ പച്ചവെള്ളം എടുത്ത് ചോദിക്കുന്നു, പച്ചവെള്ളം മാത്രം തന്നാൽ മാത്രം മതി. ഞങ്ങൾക്ക് അതിൻ്റെയൊക്കെ ആവശ്യകതയേ ഉള്ളൂ. 2 ഉണക്ക ചപ്പാത്തിയോ കാര്യാദികളൊക്കെ മാത്രം മതി, അതിനകത്തുള്ള വൈറ്റമിൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇറച്ചി വേണ്ട, മുട്ട വേണ്ട, മീൻ വേണ്ട, അങ്ങനെയുള്ള ഒറ്റ കാര്യങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ശാഖപദാർത്ഥം മാത്രം തന്നാൽ മതി. അവിടെ എല്ലാവരും വലിയ ചർച്ചയാണ്. നിങ്ങൾ ഈ ശാഖപദാർത്ഥമൊക്കെ കഴിച്ചുകൊണ്ട് എങ്ങനെയാ ജോലി ചെയ്യുന്നത്? നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ടവരില്ലയോ? നിങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ലയോ? അപ്പോൾ 10 ദിവസം ഞങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, 10 ദിവസം പച്ചവെള്ളവും ശാഖപദാർത്ഥവും മാത്രം തന്ന് ഞങ്ങളെ ജീവനോടെ ഇട്ടേക്കുക. എന്നിട്ട് നിങ്ങൾ ശാഖപദാർത്ഥമില്ല നല്ല പുഷ്ടിയുള്ള വൈറ്റമിൻസ് ഉള്ള ഭക്ഷണം കഴിക്കുന്നവരെയും അവരുടെ ഫേസ് ഒന്ന് നോക്കണം, ഞങ്ങളുടെ ഫേസ് ഒന്ന് നോക്കണം. ശരി, 10 ദിവസത്തെ ടെസ്റ്റ് അവിടെ നടത്തി. ഇവർക്ക് സാധാരണ വൈറ്റമിൻസും ഇല്ലാതെ സാധാരണ ഭക്ഷണം മാത്രം അവർക്ക് എങ്ങനെ കൊടുത്തു. ബാക്കിയുള്ളവർക്കെല്ലാം തടിപ്പിച്ച കാളകളെ അറുത്തും നല്ല ഭക്ഷണങ്ങളെ കൊടുത്തു. പക്ഷേ 10 ദിവസം കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഫേസ് നോക്കിയപ്പോൾ ഈ ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ച ദാനിയേലിനെയും കൂട്ടരെയും സ്വർഗത്തിലെ ദൈവം ഒരൽപ്പം പോലും ക്ഷീണിക്കാതെ, 1 ഗ്രാം പോലും ബോഡി വെയിറ്റ് കുറയാതെ, ഒരൽപ്പം പോലും അവരുടെ മുഖത്ത് ഒരു വിളർച്ചയോ ഒന്നും തന്നെ കടന്നു വരാത്ത വിധത്തില് ദൈവമായ കർത്താവ് അവരെ സൂക്ഷിച്ചു. രാജാവിന് അതിശയം, അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അതിശയം. ഇവന്മാർ ഈ ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നുവെങ്കിലും ഇവരുടെ മുഖത്തിന് ഒരു ക്ഷീണമില്ലല്ലോ, ഇവർ നല്ല എനർജറ്റിക് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ അവർ ചിന്തിച്ച് അതിശയപ്പെട്ടു. എന്താണ് ദാനിയേലിന്റെ ഒരു പരിശോധന കടന്നു വന്നത്? അവരൊരു പക്ഷേ വിഗ്രഹാർപ്പിതമായിരിക്കാം ഇവർക്ക് വൈറ്റമിൻസിന്റെ ഭാഗമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ കഴിക്കാൻ പാടില്ലാത്ത, ശ്വാസം മുട്ടിച്ചതിനെയോ രക്തം വാർന്നു പോകാത്തതോ അങ്ങനെ ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം. ഒരുപക്ഷെ ബോഡി വെയിറ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട്, സൗന്ദര്യം ഒന്ന് കൂടാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ഒന്ന് പേഴ്സണാലിറ്റി ഒന്ന് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്, നല്ലൊരു ലുക്കുള്ള വ്യക്തിയായിട്ടൊക്കെ തീരാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തത്. പക്ഷെ ദാനിയേൽ അങ്ങനെയുള്ളൊരു ലുക്ക് ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെയുള്ളൊരു സൗന്ദര്യം ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെയുള്ളൊരു ബുദ്ധിശക്തി ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെയുള്ള കഴിവുകളൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതൊന്നും കഴിക്കത്തില്ല. ദൈവം ഞങ്ങൾക്ക് കഴിക്കാൻ നിശ്ചയിച്ചത് മാത്രം കഴിക്കുമ്പോൾ പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചതോ, ശ്വാസം മുട്ടിച്ചതോ, രക്തം വാർന്നു പോകാത്തത്, ഇങ്ങനെ തുടങ്ങിയുള്ള ദൈവഹിതമില്ലാത്ത, ബൈബിൾ അനുശാസിക്കുന്ന, കഴിക്കാൻ പാടില്ലാത്ത ചിലത് ഞാൻ കഴിച്ച് എൻ്റെ സൗന്ദര്യത്തെ ഞാൻ വർദ്ധിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അടിമത്വത്തിലേക്ക് പോവുകയാണ്, ഞാൻ വീണ്ടും പാപത്തിലേക്ക് പോവുകയാണ്, ഞാൻ വീണ്ടും സാത്താന്റെ അടിമത്വത്തിൽ ചെന്ന് കുടുങ്ങുകയാണ് എന്ന് മനസ്സിലാക്കി അതെല്ലാം മാറ്റിവെച്ചു. ആകയാൽ സ്വതം അതുകൊണ്ട് അവർ സ്വാതന്ത്ര്യത്തിൽ തന്നെ നിലനിൽക്കുവാനായിട്ട് കഴിഞ്ഞു. ഈ കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ മദ്യപിക്കുന്ന അനുഭവങ്ങൾ, കുറച്ചുകൂടെ ഒന്ന് ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ പറഞ്ഞു
പറഞ്ഞുകൊണ്ട് പലതും ആവശ്യമില്ലാത്ത പലതും കഴിക്കുന്ന പല വ്യക്തികളുടെ അടുക്കലേക്ക്, പല ശക്തികളുടെ അടുക്കലേക്ക്, പല പുണ്യസ്ഥലങ്ങളിലേക്ക് ഒക്കെ താൽക്കാലിക രോഗശാന്തിക്ക് വേണ്ടി, താൽക്കാലിക വിടുതലിന് വേണ്ടിയിട്ട്, താൽക്കാലികമായ നന്മകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓടി നടക്കപ്പെടുമ്പോൾ ആമേൻ ഭക്തന്മാർ പറഞ്ഞു, ഞങ്ങൾ പച്ചവെള്ളവും ശാഖപദാർത്ഥവും കഴിച്ചാലും ഞങ്ങൾക്ക് രോഗശാന്തി കിട്ടും. ദൈവത്തിന്റെ വചനം പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തില്, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഗർഭം, അലസവും നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകുകയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. എന്റെ ഭീതിയിൽ ഞാൻ നിന്റെ മുമ്പിൽ അയച്ചു. നീ ചെല്ലുന്നിടത്തൊക്കെ ജാതികളെ ഒക്കെയും അമ്പരിപ്പിക്കും. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ ഓടിച്ചു കളയും. നിന്റെ മുമ്പിൽ നിന്ന് ഹിവ്യനെയും കനാന്യനെയും ഹിത്തിനെയും ഓടിച്ചു കളവാൻ ഞാൻ നിനക്ക് മുമ്പായി കടന്തലിനെ അയക്കും. ഞാൻ കടന്തലിനെ അയച്ച് ഞാൻ നിന്റെ ശത്രുശക്തികളെല്ലാം മാറ്റും. അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ യഥാർത്ഥമായിട്ടുള്ള ശക്തികൾ ഒരുമിച്ച് കൂടി. പക്ഷെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് കൂടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ ആ ശത്രുക്കളെ ചിതറിപ്പിക്കും. എന്തിനാ? ദൈവം ഒരു കടന്തലിനെ അയച്ചു. ഒരു വലിയ കൂട്ടത്തെ, ഒരു വലിയ സമൂഹം കടന്തലിനെ അയച്ച് അവരെല്ലാവരും നശിപ്പിച്ചിട്ട് തൻ്റെ ഭക്തന്മാരെ സൂക്ഷിച്ചു. എങ്ങനെയാണ് അവരെ സൂക്ഷിച്ചത്? ഒരു കണ്ടീഷൻ അവിടെ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കണം, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റ്. നീ കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കാതിരുന്നാൽ നിന്റെ രോഗത്തെ ഞാൻ അകറ്റിക്കളയും. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അത് പച്ചവെള്ളം തന്നെ കുടിച്ചാലും ശരി തന്നെ, ആ വെള്ളത്തെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് രോഗശാന്തിക്ക് മുഖാന്തരമായി തീരും. ദൈവം നമുക്ക് തരുന്ന ഭക്ഷണം അതൊരു ശാഖപദാർത്ഥമായിരിക്കപ്പെടാം. മനുഷ്യന്റെ നോട്ടത്തിൽ അതിനകത്ത് ഒരു പ്രയോജനവുമില്ല, ഒരു വൈറ്റമിൻസും ഇല്ല എന്നൊരു പക്ഷേ പറഞ്ഞു ധരിക്കാം. പക്ഷെ ദൈവം നമുക്കത് അനുഗ്രഹിച്ചു നൽകി കഴിഞ്ഞാൽ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കപ്പെടുന്ന ആമേൻ ഹിവ്യരുടെയും ഹിത്യരുടെയും അമോന്യരുടെയും അടിമത്വത്തിൽ അകപ്പെടാതെ ദൈവം നമ്മളെ പച്ചവെള്ളവും അപ്പവും കൊണ്ട് അഥവാ ശാഖപദാർത്ഥവും കൊണ്ട് സൂക്ഷിക്കും എന്നുള്ളത്. ഭക്ഷണത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവരാണോ? നാളെയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവരാണോ? ഇല്ല. എത്ര ബുദ്ധിമുട്ട് കടന്നു വന്നു കഴിഞ്ഞാലും അടിമത്വം നമുക്ക് വേണ്ട. എത്ര പ്രയാസങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാലും ഇനി ഒരിക്കലും ഒരു അടിമത്വത്തിലേക്ക് നിങ്ങൾ പോകരുത്. ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കി. ഈ സ്വാതന്ത്ര്യം ഒരിക്കലും ജഡത്തിന് നിങ്ങൾ അവസരമാക്കരുത്. വായ്ക്ക് രുചിക്ക് വേണ്ടിയിട്ട് ദൈവം തന്ന സ്വാതന്ത്ര്യം കളയരുത്. സുഖലോലുഭമായ ജീവിതത്തിന് വേണ്ടി ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ നിങ്ങൾ കളയരുത്. ചില വ്യക്തികളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം കളയരുത്. ഒരുപക്ഷെ മേലുദ്യോഗസ്ഥർ അടിച്ചേൽപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ദൈവഹിതമില്ലാത്ത അന്യാരാധനകളും വിഗ്രഹാരാധനകളും ദാനിയേലിന്റെ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുപോലെ കടന്നു വരപ്പെടുമ്പോഴും സ്നേഹത്തോടെ അതിൽ നിന്ന് രക്ഷപ്പെടുക. പച്ചവെള്ളവും ശാഖപദാർത്ഥവും തന്ന് ഞങ്ങളെന്ന് പരീക്ഷിക്ക്, ഞങ്ങൾ നിന്നോളാം എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അവിടെ രക്ഷപ്പെട്ടതുപോലെ തന്നെ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, സ്ഥാപനങ്ങളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, വ്യക്തികളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നിന്റെ ദൈവത്തിന് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നീ ഉപേക്ഷിച്ചിട്ട് വീണ്ടും അടിമനുഖത്തിലേക്ക് പോയി പോകാതിരിപ്പാൻ ദൈവസഭ ശ്രദ്ധിക്കപ്പെടണം. ഈ സ്വാതന്ത്ര്യ ദിവസത്തിന്റെ മധ്യത്തിലേക്ക് ആ സ്വാതന്ത്ര്യം ഞാൻ കളയത്തില്ല. ഇന്ത്യ പിന്നത്തേതിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ വണ്ണം അവരവരെ തന്നെ സൂക്ഷിച്ചു മുൻപിലേക്ക് പോയെങ്കിൽ ക്രിസ്തു നമുക്ക് തന്ന സ്വാതന്ത്ര്യം ഇനി ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. ഞാൻ ഇനി അടിമത്വത്തിലേക്ക് പോകത്തില്ല. ഞാൻ നിലനിൽക്കുമെന്നുള്ള ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവിധ സന്തോഷങ്ങളും ഈ സ്വാതന്ത്ര്യ ദിവസത്തിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങ് തന്ന സ്വാതന്ത്ര്യം ഇനി ഒരിക്കലും ഈ സഹോദരങ്ങൾ ജഡത്തിന് അവസരമാക്കാതെ വണ്ണം ആ സ്വാതന്ത്ര്യത്തിൽ അവർ നിലനിൽക്കപ്പെടുവാൻ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരപ്പെടുമ്പോൾ ഇതിന്റെ മധ്യത്തിലും ഉറപ്പോടെ നിൽക്കുവാൻ സകല പേരെയും പരിശുദ്ധാത്മാവ് കൃപയാൽ അങ്ങ് സഹായിക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്നത്തെ ദിവസത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ആ നിലനിൽപ്പ് അവരനുഭവിക്കുവാനും ഇനി ഒരിക്കലും അടിമത്വത്തിലേക്ക് പോകാതെ സാത്താന്റെ പിടിയിലേക്ക് പോകാതെ വണ്ണം പ്രതിരോധിക്കുവാൻ സർവായുധവർഗം ഉപയോഗിച്ച് എതിർത്ത് നിന്ന് മുന്നേറുവാൻ ദൈവം ഇവരെ അങ്ങ് സഹായിക്കണം. ഇവരുടെ പ്രാർത്ഥനാ ജീവിതം ബലപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വായനാ ജീവിതം ബലപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സഭായോഗങ്ങളിലുള്ള ആരാധന അനുഭവങ്ങൾ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവത്തിന്റെ വരവരെയും ഒരുങ്ങി കാത്തിരിക്കുന്നവരായിട്ട് തീരുവാൻ പരിശുദ്ധാത്മാവ് ഇവരെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവ്വ നന്മകളാലും ദൈവം നിറയ്ക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.